പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, LP-UP പരീക്ഷ അതിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഈ മാസം അവസാനം നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ LP-UP പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെല്ലാം നല്ല തകൃതിയായ പരിശീലനത്തിലാണ്. പ്രപ്പ് സ്കെയില് അതിൻ്റെ പരിശീലനം ആരംഭിച്ചിട്ട് മാസങ്ങളായി. ഇനി പരീക്ഷകൾ എടുക്കുമ്പോൾ മോഡൽ പരീക്ഷകളും വിദ്യാർത്ഥികളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ ക്ലാസ്സുകളെല്ലാം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു ചോദ്യപേപ്പർ വിശകലനം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളം LP-UP സിലബസിലേക്ക് വരുന്നത്. ഭാഷാസ്നേഹികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് മലയാളം സിലബസിൽ ഉൾപ്പെടുത്തുകയുണ്ടായത്. 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മലയാളത്തിൽ നിന്ന് LP-UP പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിൽ കൃത്യമായൊരു സിലബസ് നൽകിയിട്ടുണ്ട്. 3 മൊഡ്യൂളുകളാണ് നമ്മളോട് പഠിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ സാഹിത്യം എന്ന ഒരു മൊഡ്യൂൾ, സാഹിത്യപരം, ഭാഷാപരം, ബോധനശാസ്ത്രപരം എന്ന് 3 മൊഡ്യൂളാണ് നൽകിയിട്ടുള്ളത്. ഇനി സാഹിത്യപരം എന്ന മൊഡ്യൂളിൽ 6 സബ് ടോപ്പിക്കുകൾ നൽകിയിട്ടുണ്ട്. കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവൽ സാഹിത്യം, ബാലസാഹിത്യം, ജീവചരിത്രം, ആത്മകഥ, വൈജ്ഞാനിക സാഹിത്യം എന്നീ വിഭാഗങ്ങൾ ഒന്ന് വിശകലനം ചെയ്ത് വിശദമായി പരിശോധിച്ച് വേണം നമ്മൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഓരോ സാഹിത്യത്തിലും വരുന്ന പ്രധാനപ്പെട്ട കൃതികൾ, അതിൻ്റെ പൊതു സവിശേഷതകൾ, അതേതേത് പ്രസ്ഥാനങ്ങളിൽ വരുന്നു എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ കവിതാ സാഹിത്യമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ AD 12-ാം നൂറ്റാണ്ടിലുണ്ടായ രാമചരിതം മുതൽ, മലയാളത്തിലെ ആദ്യത്തെ പദ്യസാഹിത്യ കൃതിയായ രാമചരിതം മുതൽ ഇങ്ങ് ഉത്തരാധുനിക കാലം വരെയുള്ള കൃതികളുടെ ഏതാണ്ട് പേരുകൾ, പൊതുവായ സവിശേഷതകൾ, പ്രധാനപ്പെട്ട വരികൾ എല്ലാം നമ്മളൊന്ന് വിശകലനം ചെയ്തു പോവേണ്ടതുണ്ട്. കഥാസാഹിത്യത്തിലാണെങ്കിൽ ആദ്യ ചെറുകഥയായ വാസനാവികൃതി മുതലും, നോവൽ സാഹിത്യമാണെങ്കിൽ ആദ്യത്തെ മലയാള നോവലായ കുന്തലത മുതൽ, ലക്ഷണമൊത്ത ഇന്ദുലേഖ മുതൽ എല്ലാം നമ്മളൊന്ന് പറഞ്ഞു പോവണം. നോവലിൻ്റെ പൊതുവായ സവിശേഷതകൾ, നോവലിൻ്റെ വ്യത്യസ്തമായ വിഭാഗങ്ങൾ, ചരിത്ര നോവൽ, രാഷ്ട്രീയ നോവൽ, ബോധധാരാ നോവൽ, സൈബർ നോവൽ, ഇൻ്റർനെറ്റ് നോവൽ, ഓഡിയോ നോവൽ, ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങളാക്കി തിരിക്കുന്നുണ്ടല്ലോ. അതിലെല്ലാം പൊതുവായ സവിശേഷതകൾ, നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, മലയാളത്തിലെ നോവലുകൾ ആരംഭിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, നോവൽ ആരംഭിക്കുന്ന വരിയൊക്കെ ചോദിക്കും. കൂമൻകാവിൽ ബസ് എന്ന് നിന്നപ്പോൾ ആ സ്ഥലം അയാൾക്ക് അപരിചിതമായി തോന്നിയില്ല എന്ന രീതിയിലെല്ലാമുള്ള വാക്യങ്ങൾ തന്നിട്ട് ഏത് നോവലാണ് ഇങ്ങനെ ആരംഭിക്കുന്നത് എന്ന് ചോദിക്കാം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ബാലസാഹിത്യത്തിൽ നിന്നും, വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്നും, ജീവചരിത്ര സാഹിത്യത്തിൽ നിന്നുമുണ്ട്. ഇനി ഭാഷാപരം എന്നുള്ളതിൽ മലയാളത്തിലെ സന്ധി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സമാസം പറഞ്ഞിട്ടുണ്ട്, അനുപ്രയോഗം പറഞ്ഞിട്ടുണ്ട്, പ്രകാരം പറഞ്ഞിട്ടുണ്ട്, വചനവും ലിംഗവും കാലവും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വാക്യസന്ദർഭങ്ങൾ, പദസന്ദർഭങ്ങൾ, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, അവധാരണം എന്നിവയാണ് ഭാഷാപരം എന്ന ഭാഗത്തിൽ നമ്മൾ നോക്കിപ്പോവേണ്ടത്. എന്നാൽ ബോധനശാസ്ത്രം എന്ന് പറയുന്ന 3-ാമത്തെ മൊഡ്യൂളിൽ നിങ്ങളോട് പരിശോധിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ്? ഉദ്ഗ്രഥിത സമീപനം. എന്താ ഉദ്ഗ്രഥിത സമീപനം എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് വിവിധ ശേഷികളിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയാണ്. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും നമ്മൾ അത്തരം ഒരു മെത്തേഡാണ് സ്വീകരിച്ചു പോരുന്നത്. ഉദ്ഗ്രഥിത സമീപനം എന്ന രീതിയാണ്. ടീച്ചർ ഒരു മാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് മാവിൻ്റെ എണ്ണം പറയുമ്പോൾ കണക്ക് പിടിക്കുന്നു, മാവിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ കലാപഠനമാവുന്നു, മാവിനെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുമ്പോൾ
അത് ഭാഷാ പഠനമാകുന്നു. ഇങ്ങനെ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് വിവിധ ആശയങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും പോകുന്ന ഒരു സമീപനമാണ് അല്ലേ. അത് വിഷയാധിഷ്ഠിതമല്ല. ആ വിഷയാധിഷ്ഠിതമല്ലാത്ത ഒരു പ്രത്യേകം വിഷയങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാതെ ആ രീതിയിലുള്ള സമീപനമാണ്. അതിൻ്റെ നന്മകളുണ്ട്, തിന്മകളുണ്ട്, ചോദ്യങ്ങൾ വരാം. പിന്നീട് നമ്മളോട് പറയുന്നത് ഭാഷാ പഠന സിദ്ധാന്തങ്ങളാണ്. നോം ചോംസ്കിയുടെയും പിയാഷെയുടെയും വൈഗോട്സ്കിയുടെയും ഈ ചിന്തകന്മാരെല്ലാം തന്നെ ഭാഷയെ സംബന്ധിച്ച് ചില നിഗമനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മലയാളത്തിൽ പഠിക്കേണ്ടതുണ്ട്. ലോകത്തിൽ എവിടെ ജനിക്കുന്ന കുട്ടിയായാലും ഏത് സംസ്കാരത്തിൽ ജനിക്കുന്ന കുട്ടിയായാലും ഭാഷാ പഠനം നടക്കുന്നത് ഒരുപോലെയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര് എന്ന് ചോദിച്ചാൽ നോം ചോംസ്കിയാണ് ഉത്തരം. ഭാഷാ പഠനം എന്ന് പറയുന്നത് ജന്മസിദ്ധമാണ് എന്നും നോം ചോംസ്കി കൂട്ടിച്ചേർക്കുന്നു. അതേപോലെ തന്നെ ഒരു ഡിവൈസ് ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ്, നിരീക്ഷിക്കുകയാണ് നോം ചോംസ്കി. എന്താണ് ഡിവൈസ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലേ. ഭാഷാ പഠനം എന്ന് പറയുന്നത് വാചിക ചേഷ്ടയാണ് എന്ന് മറ്റൊരു ചിന്തകൻ അഭിപ്രായപ്പെടുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ സമീപനങ്ങൾ ഭാഷാ പഠനങ്ങൾ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എവിടെ പോകുന്നു? ഭാഷാ പഠന സിദ്ധാന്തങ്ങളിൽ മലയാളം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കും. പിന്നീട് അവർ പറയുന്നത് ആസൂത്രണമാണ്, പ്ലാനിങ് ആണ്. ഒരു ടീച്ചർക്ക് വ്യക്തമായ പ്ലാനിങ് വേണം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ. മുൻകൂട്ടി തയ്യാറാക്കേണ്ടതുണ്ട് അല്ലേ. അതെന്തെല്ലാം ഉണ്ട്? വാർഷികാസൂത്രണമുണ്ട്, യൂണിറ്റ് ആസൂത്രണമുണ്ട്, ലെസൺ പ്ലാനിങ് ഉണ്ട്, വിലയിരുത്തലുണ്ട് അല്ലേ. ഇതിനെക്കുറിച്ചെല്ലാം പൊതുവായ ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ് LP UP മലയാളം ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം വിശദമായ ക്ലാസ് നമ്മൾ ആപ്പിലൂടെ തന്നെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് സംബന്ധിച്ചുള്ള ഡിസ്കഷൻ മേഖലകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രബ് സ്കെയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ആയിരക്കണക്കായ അധ്യാപകരെയാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യവും പ്രബ് സ്കെയിൽ നിരവധി ബാച്ചുകളിലായി പരിശീലനം തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ചോദ്യ വിശകലനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. 28/4/2022 നടന്ന മലയാളത്തിൻ്റെ ചോദ്യമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതോടനുബന്ധമായ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിലേക്ക് ഇവിടെ കടന്നു പോകണം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ചോദ്യ വിശകലനം സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നതിൽ തദ്ധിതത്തിനു ഉദാഹരണമേത്? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, LP UPക്ക് പഠിക്കാൻ തന്നിട്ടുള്ള സിലബസിൽ തദ്ധിതം എന്നൊരു വ്യാകരണം ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ 22-ൽ ഒന്നാമത്തെ ചോദ്യം തന്നെ തദ്ധിതമാണ്. ഇത് നല്ലൊരു വ്യാകരണമാണ്. അപ്പോൾ തന്നിട്ടുള്ള സിലബസിന് പുറത്തേക്ക് ചോദ്യം പോകും എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ വ്യാകരണത്തിലൂടെയും നമ്മൾ മലയാളം ക്ലാസ്സിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. അപ്പോൾ സിലബസിന് പുറമെ 5-10 വിഷയങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തദ്ധിതവും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താ തദ്ധിതം എന്ന് പറഞ്ഞാൽ? നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമങ്ങളെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. ഒരു നാമത്തിൽ നിന്ന് വേറൊരു നാമം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു വിശേഷണത്തിൽ നിന്ന് വേറൊരു നാമത്തെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിക്കാണ് നമ്മൾ തദ്ധിതം എന്ന് പറയുന്നത്. നാമങ്ങളിൽ നിന്ന് വേറൊരു നാമം ഉണ്ടാക്കുന്നത് എങ്ങനെ? ജനകൻ എന്നുള്ളത് ഒരു നാമമാണ്. അതിൽ നിന്ന് ജാനകി എന്ന നാമം ഉണ്ടാക്കാം. അപ്പോൾ ജാനകി തദ്ധിതമാണ്. ദ്രോണർ എന്നുള്ളത് ഒരു നാമമാണ്. ദ്രൗണി എന്നുള്ളത് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നാമമാണ്. ദ്രൗണി തദ്ധിതമാണ്. അപ്പൊ ജാനകിയും ദ്രൗണിയും ഭൈമിയും എല്ലാം എന്താണ്? ദ്രൗപദിയുമെല്ലാം എന്താണ്? തദ്ധിതങ്ങളാണ്. ജനകനിൽ നിന്ന് ജാനകിയും, ദ്രോണരിൽ നിന്ന് ദ്രൗണിയും, ദ്രുപദനിൽ നിന്ന് ദ്രൗപദിയും, ഭീമനിൽ നിന്ന് ഭൈമിയും ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം ആരാണ്? തദ്ധിതമാണ്. എങ്കിൽ വിശേഷണങ്ങളിൽ നിന്ന് എങ്ങനെ തദ്ധിതം ഉണ്ടാക്കാം? പഴയത് എന്നുള്ളത് ഒരു വിശേഷണ പദമല്ലേ? പഴയ പുസ്തകം, പഴയ ചോറ് അല്ലേ, പഴയ വീട്, പഴയ എന്നുള്ളത് വിശേഷണ പദമല്ലേ? പഴയതിൽ നിന്ന് പഴമയാണ്. പഴമ തദ്ധിതമാണ്.
പുതിയതിൽ നിന്ന് പുതുമയാണ്. പുതുമ എന്താണ്? തദ്ധിതമാണ്. ഇങ്ങനെ നാമങ്ങളിൽ നിന്നും വിശേഷണങ്ങളിൽ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? തദ്ധിതം ഉണ്ടാക്കിയെടുക്കാം. തദ്ധിതത്തെ 4ആയി തരംതിരിക്കുന്നുണ്ട്. ഏതെല്ലാമാണ്? തന്മാത്ര തദ്ധിതം, തദ്വത് തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, പൂരണി തദ്ധിതം. അല്ലേ? അപ്പോൾ തദ്ധിതത്തിന്റെ വിഭാഗത്തിൽ നിന്നല്ലേ ചോദ്യം വന്നിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ്. ഏതാണ് തദ്ധിതത്തിന് ഉദാഹരണം? കേമം എന്നുള്ളതിൽ നിന്ന് കേമത്വം, അടിമ എന്നുള്ളതിൽ നിന്ന് അടിമത്വം, മുതലാളിത്തം, വായാടിത്തം, മണ്ടത്തരം, വേണ്ടാതനം, ഇതെല്ലാം തദ്ധിതത്തിന് ഉദാഹരണമാണ്. തദ്ധിതത്തില് ഏത് വിഭാഗത്തിലാണ്? തന്മാത്ര തദ്ധിതം. എന്താണ്? തന്മാത്ര തദ്ധിതം. എന്താണ് തന്മാത്ര തദ്ധിതത്തിന്റെ സ്വഭാവം? ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഗുണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? തന്മാത്ര തദ്ധിതം. ഏതാണ് അതിന്റെ പ്രത്യയം? മാ, തം, തരം, തനം. ഇവയിൽ അവസാനിക്കുന്നതെല്ലാം എന്താണ്? തന്മാത്ര തദ്ധിതമാണ്. നന്മ, വെണ്മ എന്നൊക്കെ പറയുന്നില്ലേ നമ്മള്? അതെല്ലാം ഒരു തരം തദ്ധിതമാണ്. ഏത് തരം തദ്ധിതമാണ്? തന്മാത്ര തദ്ധിതമാണ്. ഇപ്പോ കേമത്വം, മുതലാളിത്തം, അടിമത്തം, വങ്കത്വം എന്നെല്ലാം പറയുമ്പോൾ തം 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 തം. ഇനി തരം എന്ന് പറയുന്നത് മണ്ടത്തരം, വിഡ്ഢിത്തരം, ഇതെല്ലാം തദ്ധിതമാണ്. വേണ്ടാതനം തദ്ധിതമാണ്. അപ്പോൾ തം വന്നിട്ടുള്ളത് കൊണ്ട് ഇവിടെ കേമത്തം, അല്ലേ? കേമത്തം എന്നുള്ളത് എന്താണ്? തദ്ധിതത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തദ്ധിതത്തിന്റെ ക്ലാസ് നമ്മൾ പ്രസ് സ്കെയിൽ ആപ്പിൽ ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ വിശദമായിട്ട് അത് കാണേണ്ടതാണ്. അപ്പോൾ ഓട്ടം എന്താണ്? നമ്മൾ ഇങ്ങനെ ചോദ്യം വിശകലനം ചെയ്യുമ്പോൾ മറ്റു ചോയ്സുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഓട്ടം എന്ന് പറയുന്നത് ക്രിയാനാമമാണ്. എന്താണ്? ക്രിയാനാമം. എന്താണോ ക്രിയാനാമം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിയാനാമം എന്ന് പറയുന്നത്. ഓടുക എന്നുള്ളത് ഒരു ക്രിയയാണ്. ഓടുക എന്നുള്ളതിൽ നമുക്ക് ഒരു നാമം ഉണ്ടാക്കാം. അത് ഓട്ടമാണ്. ഓടുക, ഓട്ടം, അതിന് പറയുന്നത് ക്രിയാനാമം എന്നാണ്. അല്ലേ? ഓടുക, ഓട്ടം, ചാടുക, ചാട്ടം, താഴുക, താഴ്ച, വീഴുക, വീഴ്ച, പഠിക്കുക, പഠിപ്പ് എന്നെല്ലാം പറഞ്ഞൂടെ നമുക്ക്? പഠനം എന്നെല്ലാം പറയാം, അല്ലേ? നിയമിക്കുക, നിയമനം, ഇതെല്ലാം ക്രിയാനാമത്തിന് ഉദാഹരണമാണ്. ഇതെവിടെയാണ് വരുന്നത്? ഇത് നാമത്തിന്റെ വിഭാഗമാണ്. എന്താണ് നാമം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെയോ സ്ഥലത്തിനെയോ വ്യക്തിയെയോ സൂചിപ്പിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാമം. ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്ന നാമമാണ്, അല്ലേ? രമേശൻ എന്നുള്ളത് നാമമാണ്. മുംബൈ എന്നുള്ളത് നാമമാണ്. മേശ എന്നുള്ളത് നാമമാണ്. മിനുസം എന്നുള്ളതും നാമമാണ്. അപ്പോൾ നാമത്തെ 3ആയി തിരിക്കുന്നു: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ദ്രവ്യനാമം എന്ന് പറയുന്നത് പദാർത്ഥത്തിന്റെ പേരായ ശബ്ദമാണ്. ഗുണനാമം എന്ന് പറയുന്നത് ഗുണത്തെ കുറിക്കുന്നതാണ്. ക്രിയാനാമം എന്ന് പറയുന്നത് ക്രിയയെ കുറിക്കുന്നതാണ്, ഒരു ക്രിയയിൽ നിന്നുണ്ടാവുന്നതാണ്. ഇനി ഇതിൽ ദ്രവ്യനാമല്ലേ? ഈ ദ്രവ്യനാമത്തെ വീണ്ടും 4ആയി തിരിക്കുന്നു: സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. ഈ സർവനാമത്തെ വീണ്ടും നമ്മൾ 3ആയി തിരിക്കുന്നു. ഏതെല്ലാമാണ്? ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് നമ്മൾ ഇതിന് ഇംഗ്ലീഷിലും പറയും, അല്ലേ? അപ്പൊ അതാണ് നാമത്തിന്റെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി നടത്തം എന്നുള്ളതും ക്രിയാനാമ പദവുമായി ബന്ധപ്പെട്ടതാണ്. പഠിത്തം എന്ന് പറയുന്നതും ആ വിഭാഗത്തിലാണ്.
അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ തദ്ധിതം ഏതാണ്? കേമത്തമാണ് അല്ലേ? കേമത്തം, അടിമത്തം, പങ്കത്തം എന്നുള്ള പദങ്ങളെല്ലാം ഇതിന് ഉപയോഗിക്കുന്നവയാണ്. രണ്ടാമത്തെ ചോദ്യം വരിയാണ്. പ്രസിദ്ധമായ വരികൾ പഠിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കവിതാ സാഹിത്യം പഠിക്കുമ്പോൾ പ്രസിദ്ധമായ വരികൾ നമ്മൾ കഴിയുന്നതും നൽകിയിട്ടുണ്ട്. നമ്മുടെ കവിതാ സാഹിത്യത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട വരികൾ എടുത്ത് ചേർത്തിട്ടുണ്ട്. ഇവിടെ വരികൾ എന്നുള്ള ചോദ്യമാണ്. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. വരികൾ ആരുടേത്? ജി ശങ്കരക്കുറുപ്പ്, പി ഭാസ്കരൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഇടപ്പള്ളി രാഘവൻ പിള്ള എന്നീ 4 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശരിയായ ഉത്തരം ജി ശങ്കരക്കുറുപ്പിൻ്റെ എൻ്റെ വേളി എന്ന കവിതയിൽ നിന്നുള്ള ഒരു വരിയാണ്. ആ കവിതയുടെ അവസാന ഭാഗത്ത് വരുന്ന ഒരു ഭാഗമാണ് ഈ തന്നിട്ടുള്ള വരി. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല. ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുള്ള മനോഹരമായ ഒരു സിംബോളിക് കവിതയാണ് അല്ലേ? അദ്ദേഹത്തെ സിംബോളിക് കവി എന്നല്ലേ വിളിക്കുന്നത് അല്ലേ? സിംബോളിക് കവി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ എൻ്റെ വേളി എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ്. മരണത്തെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എൻ്റെ വേളി എന്ന പദത്തിലൂടെ അല്ലേ? ആ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള മനോഹരമായ ഒരു കവിതയാണ് എൻ്റെ വേളി. അതിലെ ഒരു വരിയാണ് വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല എന്നുള്ളത്. ശങ്കരക്കുറുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമേഖലയാണ്. നിരവധി ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് ശങ്കരക്കുറുപ്പിനെ ആസ്പദമാക്കി വന്നിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ശങ്കരക്കുറുപ്പാണ്. 1965 അദ്ദേഹത്തിൻ്റെ 60ഓളം കവിതകളുടെ സമാഹാരമായ ഓടക്കുഴലിലാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അത് കവിതാ സമാഹാരമാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അതേപോലെ തന്നെ ശങ്കരക്കുറുപ്പ് ഈ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ തുകയിൽ നിന്ന് ഒരു തുക മാറ്റിവെച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൽ നിന്ന് ഓടക്കുഴൽ സമ്മാനം നൽകുന്നത്. 30,000 രൂപ ഓരോ വർഷവും മികച്ച കൃതികൾക്ക് നൽകുന്നുണ്ട്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് അത് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ശങ്കരക്കുറുപ്പിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വദർശനം എന്ന കവിത, എൻ്റെ വേളി എന്ന കവിത, ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ശങ്കരക്കുറുപ്പിൽ നിന്ന് അത്തരം ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ പ്രഫ് സ്കെയിലിലൂടെ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടതാണ്. ഇനി ചോയ്സുകൾ പരിശോധിക്കാം. പി ഭാസ്കരനാണ് നൽകിയിട്ടുള്ള മറ്റൊരു പേര്. പി ഭാസ്കരൻ കവി, ഗാനരചയിതാവ് എന്ന നിലയ്ക്കെല്ലാം വളരെ പ്രശസ്തനാണ് പി ഭാസ്കരൻ. അദ്ദേഹത്തിൻ്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത PSCയിൽ മുമ്പ് ചോദ്യമായി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. പി ഭാസ്കരനിൽ നിന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ആര് എന്ന് പല ജില്ലകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ജനകീയ കവി ആര് എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് മലയാളത്തിലെ ജനകീയ കവി നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. പക്ഷേ കുഞ്ചൻ നമ്പ്യാരില്ലാത്ത ഒരു ഓപ്ഷൻ വന്നായിരുന്നു. അതിൽ ചങ്ങമ്പുഴയാണ് മലയാളത്തിലെ ജനകീയ കവിയായിട്ട് ഇദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രമണൻ എന്ന് പറയുന്ന ഇടയ വിലാപകാവ്യം, പ്രിയ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയെ ഓർമ്മിച്ചെഴുതിയിട്ടുള്ള രമണൻ എന്ന കാവ്യം വളരെ പ്രസിദ്ധമാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിട്ടുള്ള ബെസ്റ്റ് സെല്ലർ എന്നുള്ള നിലയ്ക്കാണ് രമണൻ വരുന്നത്. വാഴക്കുല വളരെ പ്രസിദ്ധമാണ്.
സ്വരരാഗസുതയും മനസ്സിനെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചോദ്യം ആരിൽ നിന്ന് വന്നിട്ടുണ്ട്? ചങ്ങമ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഓർക്കുക. നമ്മൾ കാവ്യനർത്തകി അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ മറ്റൊരു കവിതയാണ്. ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കവിതകളോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നോവൽ, കളിത്തോഴി എന്ന നോവൽ ഇദ്ദേഹത്തിൻ്റെതാണ്. ദിവ്യഗീതവും ദേവഗീതയും ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് അല്ലേ? അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരുപാട് കൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്ത മലയാളത്തിലെ ഓർഫ്യൂസ് ആണ് ആര്? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയെക്കുറിച്ച് നിങ്ങൾ വിശദമായി പഠിക്കണം. ചോദ്യങ്ങൾ വന്നേക്കാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് ചോയ്സിലുള്ളത്. ഇടപ്പള്ളി കവികൾ എന്നാണ് അറിയപ്പെടുന്നത്. ആരെല്ലാമാണ് ഇടപ്പള്ളി കവികൾ? ഇടപ്പള്ളി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ്. ഇവർ അതിർത്ത് സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേർക്കും ഒരേപോലെ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നവരാണ് ജീവിതത്തിലുടനീളം അല്ലേ? അങ്ങനെ ഉള്ള ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് കുസുമങ്ങളാണ് ആര്? ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും. രണ്ടുപേരും അകാലത്തിൽ പൊലിഞ്ഞു പോയവരാണ്. ഹൃദയസ്മിതം എന്ന് പറയുന്ന ഒരു കവിത അല്ലേ, മണിനാദം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ച് അല്ലേ ആത്മഹത്യ ചെയ്തതാണ് അല്ലേ? എന്തോ ഒരു നൈരാശ്യം മൂലം അല്ലേ? അതാണ് ഈ ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കുവാനുള്ളത്. അപ്പോൾ ഈ 4 പേരെയും നമ്മൾ ഇതുപോലെ പരിചയപ്പെടേണ്ടതുണ്ട്, വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക്. മൂന്നാമത്തെ ചോദ്യം, നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ. എന്താ അനുഷ്ഠാന പാട്ടുകൾ? ഒരു ജനസമൂഹം ആചരിച്ചു വരുന്ന പാട്ടുകൾ, ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. ആചാരത്തിന്റെ ഭാഗമായിട്ട് നടന്നു വരിക അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ്. നാടൻ പാട്ടുകൾ അനുഷ്ഠാന പാട്ടുകൾ നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകളിൽ എന്ന വിഭാഗത്തിൽ വരുന്നത് ഏത് എന്നാണ് ചോദ്യം. കൊയ്ത്തുപാട്ട്, കൈകൊട്ടിക്കളിപ്പാട്ട്, മാപ്പിളപ്പാട്ട്, തോറ്റംപാട്ട് അല്ലേ? അപ്പം നമ്മൾ കവിതാ സാഹിത്യം പഠിക്കുമ്പോൾ നാടൻ പാട്ട് പ്രത്യേകമായി പഠിക്കണം അല്ലേ? നാടോടി സാഹിത്യം നമ്മുടെ കവിതാ സാഹിത്യത്തിന്റെ അടിസ്ഥാന വേരുകളാണത് അല്ലേ? അവിടെ നിന്നാണ് നമ്മുടെ നാടൻ പാട്ടുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ സാഹിത്യത്തെ വളർത്തിയെടുത്തത്. അവിടെ നിന്നാണ് പാട്ടുപ്രസ്ഥാനവും മണിപ്രവാള പ്രസ്ഥാനവും കിളിപ്പാട്ട് പ്രസ്ഥാനവും തുള്ളൽ പ്രസ്ഥാനവും മഹാകാവ്യ പ്രസ്ഥാനവും വിലാപകാവ്യ പ്രസ്ഥാനവും എല്ലാ പ്രസ്ഥാനങ്ങളും കവിതയിൽ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാടൻ പാട്ടുകളിൽ നിന്നാണ്. എന്താ നാടൻ പാട്ടുകൾ? ഒരു ജനസമൂഹം പാടി വന്നവയാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടവയാണ് നാടൻ പാട്ടുകൾ എന്ന് മഹാകവി ഉള്ളൂർ പറയുന്നുണ്ട്. എന്നാൽ സൂക്ഷ്മദർശിനിയിൽ കൂടി ദർശിക്കേണ്ടുന്ന ഒന്നല്ല മലയാളത്തിലെ നാടൻ പാട്ടുകൾ. അവ നമ്മുടെ സാഹിത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം മലയാളത്തിലെ നാടൻ പാട്ടുകളെ കുറിച്ച് നമ്മൾ വിശദമായി ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ആ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? നാടൻ പാട്ടുകൾ എന്താണ്? വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ എന്നൊക്കെ അതിന് തരംതിരിച്ചിട്ടുണ്ട്. ഉത്തര കേരളത്തിൽ വരുന്നവയെ വടക്കൻ പാട്ടുകളാണ്. വടക്കൻ പാട്ടുകൾ തന്നെ എന്താണ്? തച്ചോളിപ്പാട്ടുകൾ, പുത്തൂരം പാട്ടുകൾ, ഒറ്റപ്പാട്ടുകൾ എന്ന് തിരിച്ചിട്ടുണ്ട്. എന്നാൽ തെക്കൻ ഭാഗങ്ങൾ, തിരുവിതാംകൂർ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പാട്ടുകളെ നമ്മൾ എന്താ പറയുന്നത്? തെക്കൻ പാട്ടുകളാണ്. ഇരവിക്കുട്ടിപ്പിള്ളപ്പോര്, കണിയാങ്കുളത്ത് പോരെന്നൊക്കെ പറയുന്ന ഇരവിക്കുട്ടിപ്പിള്ളപ്പോര് അല്ലേ? ആ രീതിയിലുള്ള പ്രസിദ്ധമായ തെക്കൻ പാട്ടുകളുണ്ട്. വില്ലടിച്ചാൻ പാട്ടിന് ഉപയോഗിക്കുന്നവയാണ്. അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു നാടൻ പാട്ടിന്റെ ചരിത്രം മലയാള കവിതയ്ക്ക് പറയാനുണ്ട്. അതേക്കുറിച്ചെല്ലാം ഒരു ധാരണ നമുക്കുണ്ടാക്കി വെക്കേണ്ടതുണ്ട്. ഈ ചോദ്യം അതാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ കവിത പഠിക്കുമ്പോൾ നാടൻ പാട്ടുകളെ കുറിച്ചും പഠിക്കണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? തോറ്റംപാട്ടാണ്. ഇത് വിശേഷിച്ച് വടക്കൻ കേരളത്തിൽ അല്ലേ ചില അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട്, ചില ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളവയാണെന്ന് പറയുന്ന തോറ്റൻ പാട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ? നാലാമത്തെ ചോദ്യത്തിലേക്ക്. വെള്ളായിയപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ്. ഏത്
കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. അപ്പോൾ ഇത് നമ്മുടെ സിലബസിലെ സാഹിത്യപരം എന്ന ഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണ്. അവിടെ രണ്ടാമത്തെ ഭാഗമായ കഥാസാഹിത്യം എന്നതിൽ വന്ന ചോദ്യമാണ്. ഇപ്പൊ മലയാളത്തിലെ ചെറുകഥകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, അറിവ് നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. വെള്ളായിയപ്പൻ മലയാളത്തിലെ അനശ്വരമായ കഥയിലെ കഥാപാത്രമാണ്. ഏത് കഥയിലെ കഥാപാത്രമാണെന്നാണ് ചോദിച്ചത്. 4 പ്രസിദ്ധമായ ചെറുകഥകൾ നൽകിയിട്ടുണ്ട്. കുപ്പിവളകൾ, മാണിക്യൻ, കടൽ തീരത്ത്, കടലിൻ്റെ വക്കത്തൊരു വീട്. അല്ലേ? കടൽ തീരത്ത്, കടലിൻ്റെ വക്കത്തൊരു വീട്. രണ്ടും കടലിലാണ് ആരംഭിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വാക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് സംശയത്തിനിടയില്ല. കാരണം എത്രയോ തവണ LDCക്കും HSA മലയാളത്തിൻ്റെ അധ്യാപകരോടും ഒക്കെ നിരവധി വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. വെള്ളായിയപ്പൻ ഒരുപാട് കാലമായി നമ്മുടെ സിലബസിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കടന്നുകൂടിയിട്ട്, അല്ലേ? അപ്പോൾ വെള്ളായിയപ്പൻ കടൽ തീരത്ത് എന്ന ചെറുകഥയിലെ കഥാപാത്രമാണ്. കടൽ തീരത്ത് ഇത് OV വിജയന്റെ ഒട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയന്റെ ഒട്ടുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന് പൂർണ്ണമായ പേര്. OV വിജയന്റെ വളരെ പ്രസിദ്ധമായൊരു ചെറുകഥയാണ് കടൽ തീരത്ത്. അദ്ദേഹത്തിൻ്റെ അനേകം നല്ല ചെറുകഥകളിൽ ഒന്നാണ് കടൽ തീരത്ത്. മലയാളികൾ ഏറെ നൊമ്പരത്തോടുകൂടി വായിച്ച ഒരു കഥയാണ്. പാലക്കാട് പാഴുതറ ഗ്രാമത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടുകയാണ് വെള്ളായിയപ്പൻ. യാത്രയാക്കുകയാണ് കോടച്ചി. നിറഞ്ഞ സങ്കടത്തോടെ, മൗനത്തോടെ യാത്രയിൽ ഇയാൾക്ക് ഒരു പൊതിച്ചോറും കൊടുത്തയക്കുകയാണ്. തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞൊരു ചോറ് കൊടുത്തയക്കുകയാണ്. അല്ലേ? പാഴുതറ ഗ്രാമത്തിനു വേണ്ടി ആണ് മകൻ കണ്ടുണ്ണി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത് എന്ന് മാത്രമറിയാം. ഗ്രാമീണർ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. നീരുമണ്ണാത്തിയും റാവുത്തരുമെല്ലാം മൗനത്തിലൂടെയാണ് യാത്ര നൽകുന്നത്. അവരേറെയൊന്നും സംസാരിക്കുന്നില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പലരോടും വഴി ചോദിച്ചു. കണ്ണൂർ ജയിലിലെത്തിച്ചേരുകയാണ്. അവിടെ കണ്ടുണ്ണിയുമായിട്ട് സംസാരിക്കുന്നു. മോനെ, നീ കുറ്റം ചെയ്തോ? അറിയില്ലപ്പാ എന്നാണ് അവൻ്റെ മറുപടി. എന്താണ് എന്ന് പറയുന്നില്ല. അവിടെ കുറ്റം എന്താണെന്ന് പറയുന്നില്ല. മകനെ തൂക്കിക്കൊന്നു. മകന്റെ ശരീരം ഏറ്റുവാങ്ങുന്നുണ്ടോ? നിങ്ങൾ ശവമടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ കയ്യിൽ പണമില്ല മാന്മാരെ എന്നാണ് ഈ ദരിദ്രൻ്റെ മറുപടി. അങ്ങനെ ഒരു വണ്ടിയിൽ കയറ്റി, ഒരു ഉന്തുവണ്ടിയിൽ കയറ്റി ഇവൻ്റെ ശരീരം, കണ്ടുണ്ണിയുടെ ശരീരം കടപ്പുറത്ത് കൊണ്ടുപോവുകയും ഒരു കുഴി വെട്ടി അതിലടക്കം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കോടച്ചി കൊടുത്തയച്ച പൊതിച്ചോറ് ഇയാൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരു പിടി വാരി മകൻ്റെ കുഴിമാടത്തിലേക്ക് എറിയുകയാണ്. അപ്പോൾ ആകാശത്ത് നിന്ന് കടൽക്കാക്കകൾ താഴേക്കിറങ്ങി വരികയാണ് അത് കൊത്തിത്തിന്നാൻ. അവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഏറെ സങ്കടത്തോടു കൂടിയേ അത് നമുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കുകയുള്ളൂ. മലയാളത്തിലെ അതിശക്തന്മാരായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് വെള്ളായിയപ്പൻ. നമുക്കറിയാം, നിരവധി നോവലുകൾ, ഖസാക്കിൻ്റെ ഇതിഹാസം പോലുള്ള ഇതിഹാസ സമാനമായ നോവൽ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള OV വിജയൻ എന്ന് പറയുന്ന ശക്തനായ എഴുത്തുകാരൻ്റെ വളരെ പ്രസിദ്ധമായ കഥയിലൊന്നാണ് കടൽ തീരത്ത്. ഇനിയും ചോദിച്ചേക്കാം വെള്ളായിയപ്പനെ, അല്ലേ? ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കുപ്പിവളകൾ, അത് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഈ കഥ പഠിപ്പിക്കാനുണ്ട്. കുപ്പിവളകൾ. സാറാ തോമസിൻ്റെ കഥയാണ്. എന്ത്? കുപ്പിവളകൾ. ഇത് കണ്ണ് കാണാത്ത കണ്ണമ്മയുടെ കഥയാണ്. ഏതാ കഥാപാത്രം? കണ്ണമ്മയാണ്. കണ്ണു കാണാത്ത കണ്ണമ്മയുടെ കഥയാണ് കുപ്പിവളകൾ.
അവള് ഒരു അനാഥാലയത്തിലല്ലേ താമസിക്കുന്നത്? റോസിമോൾ കാണാൻ വരുന്നില്ലേ? ഇല്ലേ? അതേപോലെ വേറെ സിസ്റ്റർ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? ഒരുപാട് അന്തേവാസികളിൽ ഇവൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ആര് വന്നാലും സിസ്റ്റർ അമ്മ കണ്ണമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. ഇവരെ പോലുള്ളവരെയാണ് ഈ അനാഥാലയത്തിൽ വളർത്തുന്നത്. എന്നിട്ട് അവരോടൊക്കെ സംഭാവനയൊക്കെ വാങ്ങും സിസ്റ്റർ അമ്മ. ശബ്ദങ്ങളിലൂടെയാണ് എല്ലാം കണ്ണമ്മ അറിയുന്നത്. ശബ്ദങ്ങളുടെ ലോകത്താണ് അവൾ ജീവിക്കുന്നത്. കുപ്പിവളകളുടെ കിലുക്കം അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് റോസിമോളാണെന്ന് തോന്നുന്നു അവൾക്ക് കുപ്പിവളയെല്ലാം സമ്മാനിക്കുന്നുണ്ട്. മനോഹരമായൊരു കഥയാണ് കുപ്പിവളകൾ, അല്ലേ? സാറാ തോമസിനെ നമുക്കറിയാം. നാർമുടിപ്പുടവ കൊണ്ട് PSC ചോദിച്ചതാണ്. നാർമുടിപ്പുടവ അവരുടെ വളരെ പ്രസിദ്ധമായ കൃതിയാണ് നാർമുടിപ്പുടവ. എന്നാൽ ഒരു സാറാ ജോസഫ് ഉണ്ട്, അത് മാറിപ്പോവരുത്. അത് ആലാഹിയുടെ പെൺമക്കളൊക്കെ എഴുതിയ ആളാണ്. ഇത് സാറാ തോമസ് ആണ്, മാറിപ്പോവില്ലല്ലോ. അടുത്തതാരാണ്? മാണിക്യൻ ലളിതാംബികാന്തർജനത്തിൻ്റെതാണ്, അല്ലേ? ലളിതാംബികാന്തർജനമാണ്. മാണിക്യൻ എന്ന് പറയുന്ന കാള കർഷകൻ ഒക്കെ വരികയാണ്. ഇതേ കഥ പ്രമേയമായിട്ട് പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ എന്നൊരു കഥയുണ്ട്. ശബ്ദിക്കുന്ന കലപ്പ സമാനമായ ആശയമാണ്. ഇതേ ആശയം തന്നെയാണ് വരുന്നത്, അല്ലേ? വള്ളത്തോളും ഏതാണ്ട് സമാനമായ ഒരു കവിതയുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം മാണിക്യൻ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ലളിതാംബിക അന്തർജനത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അല്ലേ? അവരുടെ അഗ്നിസാക്ഷി ആദ്യമായി വയലാർ അവാർഡ് കിട്ടിയ നോവലാണല്ലോ. ശ്യാമപ്രസാദ് അത് സിനിമയാക്കിയിട്ടുണ്ടല്ലോ. വളരെ പ്രസിദ്ധമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരു നോവലാണ് അഗ്നിസാക്ഷി എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതെല്ലാം മുൻകാലങ്ങളിൽ ചോദ്യം വന്നതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. പിന്നെ കടലിൻ്റെ പക്കത്തൊരു വീട് മാധവിക്കുട്ടിയുടേതാണ്. മാധവിക്കുട്ടി, കടലിൻ്റെ പക്കത്ത് താമസിക്കുന്ന ഒരു കുടുംബം, അല്ലേ? തണുത്ത് വിറച്ച് കഴിയുന്ന ഒരു കമ്പിളിപ്പുതുപ്പെല്ലാം കൊടുക്കുന്ന രംഗമൊക്കെ പറയുന്നുണ്ട് അതിൽ. ഇതും 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. SCERT ടെക്സ്റ്റ് ബുക്ക് എത്രമാത്രം വായിക്കണമെന്നാണ് ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത്. മാധവിക്കുട്ടിയുടെ കഥയാണ്. ഓക്കെ, അപ്പോൾ വെള്ളായിയപ്പൻ മറന്നുപോവര് കടൽ തീരത്ത് എന്ന ചെറുകഥയിലാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്? അല്ലേ? ഇതൊരു നല്ല സമയമെടുക്കുന്ന ചോദ്യമാണ്, പക്ഷെ പെട്ടെന്ന് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തണം. അധിക സമയം ചെലവഴിക്കരുത്. നിർമാല്യം, ചെമ്മീൻ, കാഞ്ചനസീത, ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും, CN ശ്രീകണ്ഠൻ നായർ, MT സക്കറിയ, തകഴി. ഇപ്പോൾ ഇത് ഉചിതമായിട്ടല്ല ക്രമീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഉചിതമായി ക്രമീകരിക്കുക ഏറ്റവും എളുപ്പത്തിൽ എന്ന് നോക്കാം. നിർമാല്യം മലയാളത്തിലെ സിനിമയാണ്. MTയുടെ പള്ളിവാളും കാൽച്ചിലമ്പും, MTയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറയുന്ന കഥയെ അടിസ്ഥാനമാക്കി ഉണ്ടായിട്ടുള്ള സിനിമയാണ് നിർമാല്യം. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് PJ ആൻ്റണിക്ക് ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമയാണ്. മോഹൻലാലും മമ്മൂട്ടിക്കൊക്കെ ദേശീയ പുരസ്കാരം കിട്ടുന്നതിന് മുൻപ് മലയാളത്തിൽ ഒരു നടന് ദേശീയ പുരസ്കാരം കിട്ടിയത് PJ ആൻ്റണിക്കാണ്. നിർമാല്യം എന്ന സിനിമയിൽ വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ചിട്ടാണ് അത് കിട്ടിയത്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ്. 1970കളിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിർമാല്യത്തിന് യോജിക്കാവുന്നത് ഏത് എന്നുള്ളത് നോക്കുമ്പോൾ ഒന്നാണല്ലോ നിർമാല്യം, അപ്പോൾ 1B. അവിടെ 1 ടച്ചാൽ മതി, അല്ലേ? എളുപ്പം കഴിഞ്ഞില്ലേ? ഇനി ചെമ്മീൻ എന്നുള്ളത് നോവലാണ്, തകഴി എഴുതിയ നോവലാണ്. അത് സിനിമയായിട്ടുണ്ട്. രാമു കാര്യാട്ടൊക്കെ അതിൽ വന്നിട്ടുണ്ട്. രാമു കാര്യാട്ടിൻ്റെ പേരൊക്കെ ഓർമ്മിക്കണം, അല്ലേ? പളനിയും കറുത്തമ്മയും പരീക്കുട്ടിയും ചെമ്പൻ കുഞ്ഞും പഞ്ചമിയും ഒക്കെ അതിൽ വരുന്നുണ്ട്, അല്ലേ? മധുവും ഷീലയും സത്യനുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെമ്മീൻ നമുക്ക് പരിചയമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദേശ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മലയാളത്തിലെ ഒരു നോവലാണ്, അല്ലേ? തൃക്കുന്നപ്പുഴ കടപ്പുറത്തിൻ്റെ മുക്കുവരുടെ കഥ പറയുന്ന ഒരു നോവലാണ്,
അല്ലേ? വളരെ സവിശേഷതകളുണ്ട്. മലയാളത്തിൽ വളരെയധികം വായിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ചെമ്മീൻ 2D അല്ലേ? അങ്ങനെയല്ലേ? വേഗം കഴിയൂലേ? 3 കാഞ്ചനസീത എന്താണ്? കാഞ്ചനസീത നാടകമാണ്. നാടകം. പുരാണ നാടകത്രയത്തിൽ വരുന്ന ഒരു നാടകമാണ് കാഞ്ചനസീത. രാമായണത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഉണ്ടായ 3 നാടകങ്ങളാണ് കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി. അതിൽ ഒരു നാടകമാണ് കാഞ്ചനസീത. ഇതാരാ എഴുതിയത്? CN ശ്രീകണ്ഠൻ നായർ അല്ലേ? CN ശ്രീകണ്ഠൻ നായരാണ്. അപ്പോൾ 3A ആണ്. 3A ആണ്. ഇനി അടുത്തത് ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവുമാണ്. അത് സക്കറിയയുടെ കഥയാണ്. വിധേയൻ എന്ന സിനിമയ്ക്ക് ആധാരമാണ്. അതിനും ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഓർക്കുന്നത്. 4C. അപ്പം നോക്കൂ, 1B, 2D, 3A, 4C. അപ്പോൾ ഏതാണ്? ഇതാണ് ശരിയായ ഉത്തരം. ഇതാണ് ഏറ്റവും ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ബാക്കിയൊന്നും നമ്മൾ പരിശോധിക്കേണ്ടതില്ല. ഈ രീതിയിൽ അത് ക്രമീകരിച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളെല്ലാം നമ്മുടെ ഈ സാഹിത്യത്തിൻ്റെ ക്ലാസ്സിൽ, നോവലിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ആപ്പിൽ ഇട്ടിട്ടുണ്ട്. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. ഇത് ഭാഷാപരം എന്ന ഭാഗത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 2ാമത്തെ ഭാഗമായിരിക്കുന്ന പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും എന്ന ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദ്യം? പ്രകൃതി വിലാസം എന്നത് ഘടകപദങ്ങളാക്കുമ്പോൾ, പ്രകൃതി വിലാസം എന്നുള്ളത് സമസ്ത പദമാണ്. 2 പദങ്ങൾ കൂടി ചേർന്നതാണ്. അതിനെ നമുക്ക് ഘടകപദങ്ങളാക്കണം, വിഗ്രഹിക്കണം. അപ്പോൾ പദങ്ങൾ വിഗ്രഹിക്കലും സമാസിക്കലും എന്നൊരു ഭാഗം നമ്മൾ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത് അല്ലേ? വിഭക്തി പ്രത്യയങ്ങളുടെ സഹായമില്ലാതെ 2 പദങ്ങളെ കൂട്ടിച്ചേർത്ത് ഒറ്റപ്പദമാക്കുന്നതിനാണ് സമാസം എന്ന് പറയുന്നത് അല്ലേ? മലയാളത്തിൽ പൂർവ്വപദത്തിന് പ്രാധാന്യമുള്ളവയുണ്ട്, ഉത്തരപദത്തിന് പ്രാധാന്യമുള്ളവയുണ്ട്, പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യമുള്ളവയുണ്ട്. 2 പദങ്ങൾക്കും പ്രാധാന്യമില്ലാതെ അന്യപദങ്ങൾക്ക് പ്രാധാന്യമുള്ളതുണ്ട്. ഇങ്ങനെ ഘടകപദങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് സമാസങ്ങളെ 4ആയി തരംതിരിക്കുന്നു. അവ്യയീഭാവ സമാസം, തൽപുരുഷ സമാസം, ദ്വന്ദ്വ സമാസം, ബഹുവ്രീഹി സമാസം. ഇതിൽ തൽപുരുഷ സമാസത്തെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. കർമ്മധാരയ സമാസം, രൂപക സമാസം, ഉപമിത സമാസം, ദിഗുസമാസം, അലുപ്ത സമാസം എന്നൊക്കെ അതിനെ വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഇനി വിഭക്തി പ്രത്യയങ്ങളുടെ അടിസ്ഥാനത്തിലും തൽപുരുഷനെ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. നിർദ്ദേശിക തൽപുരുഷൻ, പ്രതിഗ്രാഹിക തൽപുരുഷൻ, സംയോജിക തൽപുരുഷൻ, ഉദ്ദേശിക തൽപുരുഷൻ, പ്രയോജിക തൽപുരുഷൻ, സംബന്ധിക തൽപുരുഷൻ, ആധാരിക തൽപുരുഷൻ. ഇതേക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രപ്പ് സ്കെയിൽ ആപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് അല്ലേ? അപ്പം ചോദിച്ചെന്താണ്? പ്രകൃതി വിലാസം. പ്രകൃതിയിൽ പല വിലാസങ്ങളുമുണ്ട്. അപ്പോൾ പ്രകൃതിയിലെ വിലാസത്തെക്കുറിച്ചാണ്, പ്രകൃതിയിലുണ്ടാകുന്ന വിലാസത്തെക്കുറിച്ചാണ് വാക്ക്. അതെങ്ങനെ ഘടകപദങ്ങളാക്കുക? പ്രകൃതി ആകുന്ന വിലാസം അല്ല, പ്രകൃതി ആകുന്ന വിലാസമല്ല, പ്രകൃതിയുടെ വിലാസം. കറുപ്പിക്കല്ല, അവിടെ നിൽക്കട്ടെ. പ്രകൃതിയും വിലാസവും അങ്ങനെയല്ല അത് ഘടകപദങ്ങളാക്കുന്നത്. പിന്നെയോ പ്രകൃതി പോലുള്ള വിലാസം. അപ്പോൾ ഏതാ ശരി? പ്രകൃതിയുടെ വിലാസമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. പ്രകൃതിയുടെ വിലാസം. പുഴവക്ക്, പുഴയുടെ വക്ക് അല്ലേ? പുഴവക്ക് എന്താണ്? പുഴയുടെ വക്കാണ്. തലവേദന തലയിലെ വേദനയാണ്. മുല്ലപ്പൂവ് മുല്ലയുടെ പൂവാണ്. കാർവർണ്ണൻ കാർമേഘത്തിൻ്റെ വർണ്ണത്തോട് കൂടിയവനാണ്. കാമുകി കാമുകന്മാർ എന്ന് പറഞ്ഞാൽ കാമുകനും കാമുകിയുമാണ്.
അങ്ങനെ പലതരത്തിലാണ് ഘടകപദങ്ങളാക്കുന്നത് അല്ലേ? അപ്പോൾ പ്രകൃതി വിലാസം എന്നത് ഘടകപദങ്ങളാക്കുമ്പോൾ പ്രകൃതിയുടെ വിലാസമാണ്. ഏഴാമത്തെ ചോദ്യം, ശരിയായ വാക്യം ഏത്? നിങ്ങൾക്കറിയാം, ഭാഷാപരം എന്ന മൊഡ്യൂളിൽ വാക്യശുദ്ധി എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. നോക്കൂ, സിലബസിൽ നിന്ന് എത്ര കൃത്യമായിട്ടാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് അല്ലേ? വാക്യശുദ്ധി എന്ന് പറയുന്നുണ്ട് അല്ലേ? ആ വാക്യഘടനയും വാക്യശുദ്ധിയും എന്നാണ് അതിൽ കാണുന്നത്. വാക്യശുദ്ധി എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നത് 4 സെന്റൻസ് വരും. എന്നിട്ട് നിങ്ങളോട് പറയും ശരിയായ വാക്യമേത്, തെറ്റായ വാക്യമേത്, എന്നിട്ട് ഒരു വാക്യം തന്നിട്ട് 4ആക്കി തിരിച്ചിട്ട് തെറ്റായ ഭാഗമേത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വാക്യശുദ്ധിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാക്യങ്ങളിൽ പല തെറ്റുകളും വന്നുകൂടാറുണ്ട്. പൗനരുക്തം എന്ന് പറയുന്നത് വാക്യങ്ങൾ വരുന്നൊരു തെറ്റാണ്. ഒരേ അർത്ഥമുള്ള വാക്കുകൾ ആവർത്തിക്കുന്നു. പൗനരുക്തം തന്നെ 2 തരത്തിലുണ്ട്, അർത്ഥ പൗനരുക്തവും ശബ്ദ പൗനരുക്തവും അല്ലേ? പിന്നീട് വരുന്ന ഒരു ദോഷമാണ് പദക്രമം തെറ്റി വരുന്നത്. കർത്താവ്, കർമ്മം, ക്രിയ എന്നുള്ളതാണ് മലയാളത്തിലെ പദക്രമം. എന്നാൽ അങ്ങനെയല്ലാതെ വരുന്ന വാക്കുകളും തെറ്റായിട്ടാണ് വരുന്നത്. വേറെയും ചില അലങ്കാരങ്ങൾ കവി പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ശരിയായിട്ട് എങ്ങനെ എഴുതുക? കവി വേറെയും ചില അലങ്കാരങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പദക്രമം തെറ്റി വരുന്നുണ്ട്. വിശേഷങ്ങൾ തെറ്റായി പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? വിശേഷണത്തിന് ശേഷമായിരിക്കും മിക്കവാറും വിശേഷ്യം നല്ലത്. അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകൾ വരാറുണ്ട്. ആശയത്തിൽ വൈകല്യം വരാറുണ്ട്, ആശയവൈകല്യം വരാറുണ്ട് വായിക്കുമ്പോൾ. ഇങ്ങനെ പലതരത്തിലുള്ള തെറ്റുകളും വാക്യങ്ങളിൽ വരാറുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിനെ ആസ്പദമാക്കിയ ചോദ്യമായിരിക്കും നമ്മളോട് ചോദിക്കുക. ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് വെച്ചുകൊടുത്തു. ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ, ഭാര്യയുടെ സമ്മതത്തോടെ അങ്ങനെ മരണമടയുകയോ? അപ്പൊ ആ സെന്റൻസ് എന്തല്ല? ശരിയല്ല. വാസുദേവൻ ഭാര്യയുടെ സമ്മതത്തോടെ അല്ലല്ലോ മരണമടഞ്ഞത്, അപ്പൊ അത് ശരിയല്ല. അടുത്ത ബി, മാത്യുവിന് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ, അതും തെറ്റാ. അവിടെയും ഭാര്യയുടെ മരണത്തോടു കൂടി മരണമടഞ്ഞ വാസുദേവനാണ്. വാസുദേവൻ ഭാര്യയുടെ മരണത്തോടെ അല്ലാതെ മരിച്ചത്, സമ്മതത്തോടെ അല്ലാതെ മരിച്ചത്. ഭാര്യമാർ സമ്മതിക്കൂലാലോ. സി നോക്കൂ, മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. ഒരു കുഴപ്പമില്ലല്ലോ. മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കറുപ്പിക്കല്ല, അടുത്തൂടെയും വായിക്കുക. വാസുദേവന്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ, അതും തെറ്റാ. അപ്പോൾ ഏറ്റവും ശരിയായത് ഇതാണ്, മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു. ഇതുപോലൊരു ചോദ്യം PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ശശിയുടെ സഹായത്താൽ പണക്കാരനായ ബാബുവിൻ്റെ പക്കൽ നിന്ന് 1000 രൂപ കടം കിട്ടി. എന്താ? ശശിയുടെ സഹായത്താൽ പണക്കാരനായ ബാബുവിൻ്റെ പക്കൽ നിന്ന് 1000 രൂപ കടം കിട്ടി. തെറ്റല്ലേ? ശശിയുടെ സഹായത്താലാണോ ബാബു പണക്കാരനായത്? ശരിയല്ല. അപ്പം എങ്ങനെ പറയണം അത്? പണക്കാരനായ ബാബുവിൻ്റെ പക്കൽ നിന്ന് ശശിയുടെ സഹായത്താൽ പണം കടം കിട്ടി. അങ്ങനെയാൽ ശരിയായി. കോടതി പണം അപഹരിച്ചതിന് പ്രതിയെ ശിക്ഷിച്ചു. കോടതി പണം അപഹരിച്ചതിനെതിനാ പ്രതിയെ ശിക്ഷിക്കുന്നത്? എങ്ങനെ പറയാം? പണം അപഹരിച്ചതിന് കോടതി പ്രതിയെ ശിക്ഷിച്ചു. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ അടിച്ചു. പാടില്ല. എങ്ങനെയാ പറയേണ്ടത്? പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ അടിച്ചു എന്ന് പറയണം. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും അല്ലേ? അതിന് ഏതാണ്ട് ഒരു ആനയോളം വലിപ്പമുണ്ട് എന്ന് പറയേണ്ടതുണ്ടോ? ഇല്ല. അതിന് ഏതാണ്ട് അതിന് ആനയോളം വലിപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഏതാണ്ട് എന്ന് പറഞ്ഞാലും ഓളം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് അല്ലേ? പിന്നീട് ഒരിക്കൽ ചോദിച്ചത്, ഓടിപ്പോയ കൃഷ്ണൻ നായരുടെ മകൻ തിരിച്ചു വന്നു.
ഓടിപ്പോയ കൃഷ്ണൻ നായരുടെ മകൻ തിരിച്ചു വന്നു. ഓടിപ്പോയ കൃഷ്ണൻ നായരുടെ മകൻ തിരിച്ചു വരുമോ? ഇല്ല. പിന്നെയോ കൃഷ്ണൻ നായരുടെ ഓടിപ്പോയ മകൻ തിരിച്ചു വന്നു. വളഞ്ഞ കാലുള്ള ഗോപാലൻ നായരുടെ കൂടെ കാണാതെ പോയി. ആരുടെ കാല ഇപ്പൊ വളഞ്ഞ്? ഗോപാലൻ നായരുടേതാണോ? എങ്ങനെ ശരിയാക്കാം? ഗോപാലൻ നായരുടെ വളഞ്ഞ കാലുള്ള കുട കാണാതെ പോയി. ഇനി ഒരു എണ്ണ കമ്പനിക്കാരൻ്റെ പരസ്യം ശ്രദ്ധിച്ചോളൂ. ഈ എണ്ണ നീണ്ടുരുണ്ടു ചുരുണ്ട തലമുടിക്കും താരനും അത്യുത്തമം. ആരെങ്കിലും ഈ എണ്ണ വാങ്ങുമോ? ഈ പരസ്യം വായിച്ചാൽ ഈ സെന്റൻസ് തെറ്റല്ലേ? എങ്ങനെ ശരിയാക്കാം? ഈ എണ്ണ നീണ്ടുരുണ്ടു ചുരുണ്ട തലമുടിക്കും താരൻ മാറാനും അത്യുത്തമം എന്ന് പറഞ്ഞാൽ റെഡിയായി അല്ലേ? രാമൻ ചോറുണ്ടു എന്ന് പറയേണ്ട പോലും എന്ത് പറഞ്ഞാൽ മതി? രാമൻ ഉണ്ടു എന്ന് പറഞ്ഞാൽ മതി. ഈ ചെടിക്ക് എന്നും വെള്ളം നനയ്ക്കണം എന്ന് പറയേണ്ടതില്ല. ഈ ചെടി എന്നും നനയ്ക്കണം എന്ന് പറഞ്ഞാൽ മതി. വെള്ളം നനയ്ക്കണം എന്ന് പറയണ്ട. നിന്നെപ്പറ്റി ഞാൻ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ എന്ന് പറയണ്ട. നിന്നെപ്പറ്റി ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിൽ എന്ന വാക്ക് വേണ്ട അല്ലേ? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഒരിക്കൽ ചോദിച്ചതാണ്, വിവാഹത്തിന് പായസം വയ്ക്കാൻ 1000 തേങ്ങകൾ വേണം. തെറ്റായ ഭാഗം ഏത്? എ വിവാഹം, ബി പായസം വയ്ക്കാൻ, സി 1000 തേങ്ങകൾ, ഡി വേണം. ഇതിലേതാ തെറ്റ്? എ വിവാഹം. വിവാഹം ഒരു തെറ്റാണോ? അല്ല. അപ്പം അത് തെറ്റല്ല. പായസം വയ്ക്കാൻ അതും തെറ്റില്ല. പായസം വെച്ചിട്ട് തന്നെയല്ലേ നമ്മൾ കുടിക്കാറ്. പായസം വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. സി എന്താണ്? 1000 തേങ്ങകൾ. 1000 തേങ്ങകൾ എന്ന് പറയണ്ട. കാരണം സംഖ്യാപദം വിശേഷണമായി വരുമ്പോൾ നപുംസകനാമമായ തേങ്ങയോട് നിങ്ങൾ കൾ എന്ന പ്രത്യയം ചേർക്കേണ്ടതില്ല. എങ്ങനെ ശരിയാക്കാം? വിവാഹത്തിന് പായസം വയ്ക്കാൻ 1000 തേങ്ങ വേണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മുടെ മൊബൈൽ ആപ്പിൽ ഉണ്ട്. അടുത്ത ചോദ്യം, ദൈനംദിനാസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് പഠന പ്രവർത്തനങ്ങൾ, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ, മൂല്യനിർണയ സൂചനകൾ, കുട്ടികളുടെ പ്രതികരണങ്ങൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ മലയാളം സിലബസിലെ LP-UP മലയാളം സിലബസിലെ 3ാമത്തെ മൊഡ്യൂളായ ബോധനശാസ്ത്രം എന്ന മൊഡ്യൂളിൽ നിന്ന് വന്ന ചോദ്യമാണിത്. അതിൽ 3 സബ് ടോപ്പിക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം. അതിൽ ആസൂത്രണം എന്നുള്ളതിന് 4 സബ് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിനാസൂത്രണം, വിലയിരുത്തൽ. ഇത് അതിലെ ദൈനംദിനാസൂത്രണം എന്ന ഭാഗത്ത് നിന്ന് ഡയറക്റ്റായിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. ദൈനംദിനാസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് റിഫ്ലക്ഷൻ നോട്ടാണ് അല്ലേ? ആ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ എന്താണ് രേഖപ്പെടുത്തുന്നത് എന്നാണ്. പഠന പ്രവർത്തനങ്ങൾ, ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകൾ. അപ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നിയതാണ് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകന്റെ തിരിച്ചറിവുകളാണ്. ഏതിൽ വരുന്നത്? റിഫ്ലക്ഷൻ നോട്ടിൽ വരുന്നത് അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക്. പാഠ്യപദ്ധതി സമീപനത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത്. ശ്രദ്ധിക്കണം, പെടാത്തതാണ്. അത് ചോദ്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കണം. പെടാത്തതാണ്. ഇതെവിടുന്ന് വന്നു ഈ ചോദ്യം? ഈ ചോദ്യം ബോധനശാസ്ത്രം എന്ന മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2ാമത്തെ ചോദ്യമാണ് ആ മൊഡ്യൂളിൽ നിന്ന് വന്നിരിക്കുന്നത്. ബോധനശാസ്ത്രം എന്ന മൊഡ്യൂളിൽ 2ാമത്തെ സബ് ടോപ്പിക്കാണല്ലോ ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. എ പ്രവർത്തനാധിഷ്ഠിതം, ബി പഠനം ഉറപ്പാക്കുന്നത്, സി പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായത്, ഡി അധ്യാപക കേന്ദ്രീകൃതം അല്ലേ? ഇത് നമ്മൾ ആ ബോധനശാസ്ത്രത്തിൻ്റെ മൊഡ്യൂളിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. മാത്രവുമല്ല, നിങ്ങളുടെ LP-UP മെയിൻ സിലബസിൽ
സൈക്കോളജി എന്ന ഭാഗത്ത് 20 മാർക്കുണ്ടല്ലോ. അവിടെയും ഈ വിഷയം വിശദമായി കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയത്തിനിടയില്ല. നോക്കൂ, നിങ്ങൾ പഠന നേട്ടം, ഈ പാഠ്യപദ്ധതി സമീപനം, കാലാന്തരത്തിൽ പാഠ്യപദ്ധതിക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചെല്ലാം അവിടെ പറയുന്നുണ്ട്. ഈ പാഠ്യപദ്ധതി സമീപനത്തിൽ പെടാത്തത് പ്രവർത്തനാധിഷ്ഠിതം. പാഠ്യപദ്ധതി പ്രവർത്തനാധിഷ്ഠിതമാവണ്ടേ? അതല്ലേ പഠനത്തിൽ നമ്മൾ ഇന്ന് മുൻതൂക്കം നൽകുന്നത്, അല്ലേ? പ്രക്രിയ അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങളിൽ വലിയ മുൻതൂക്കമാണ് ഇന്നത്തെ പാഠ്യപദ്ധതിക്കുള്ളത്. അപ്പോൾ അതല്ല ഉത്തരം, അതിൽ പെടുന്നതാണ്. പഠനം ഉറപ്പാക്കുകയാണല്ലോ പാഠ്യപദ്ധതിയുടെ ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ അതല്ല. 3, പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമായതായിരിക്കണമല്ലോ എന്ത് പാഠ്യപദ്ധതി. അപ്പോൾ നോക്കൂ, അവസാനത്തേത് അധ്യാപക കേന്ദ്രീകൃതമാണ് ശരിയായ ഉത്തരം. അധ്യാപക കേന്ദ്രീകൃതമല്ലല്ലോ പാഠ്യപദ്ധതി, പിന്നെയോ ടീച്ചർ സെൻറ്റേർഡ് അല്ല പാഠ്യപദ്ധതി, പിന്നെയോ ശിശു കേന്ദ്രീകൃതമാണ്, ചൈൽഡ് സെൻറ്റേർഡ് ആണ്, അല്ലേ? അതൊരു വലിയ ടോപ്പിക്ക് തന്നെയാണ്. ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ മേന്മകളൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്, അല്ലേ? അത് നമ്മൾ മൊബൈൽ ആപ്പിൽ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ സംശയത്തിനിടയില്ല. വിദ്യാഭ്യാസം എപ്പോഴും ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം, ശിശു കേന്ദ്രീകൃതമായിരിക്കണം. അപ്പോൾ ശരി ഉത്തരമാണ്. ഇത് എളുപ്പമായൊരു ചോദ്യമല്ലേ? എളുപ്പമായൊരു ചോദ്യമാണ്. 10ാമത്തെ ചോദ്യം, മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവഭാഷാ വ്യാകരണം ഉണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? നോക്കൂ, സർവഭാഷാ വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ, അല്ലേ? അതല്ലേ അതിന് പറയുക? യൂണിവേഴ്സൽ ഗ്രാമറാണ്, അല്ലേ? UG എന്നാണ്, യൂണിവേഴ്സൽ ഗ്രാമർ എന്നുള്ളതാണ്. പൊതുവായ ഒരു ഘടനയുണ്ട് എന്ന് പറയുന്നത് ആര് എന്നുള്ളതാണ്. അതേക്കുറിച്ച് നോക്കാം. ഇ ബെയ്റ്റ്സ്, ജീൻ പിയാഷെ, ജെറോം എസ് ബ്രൂണർ, നോം ചോംസ്കി. അപ്പോൾ ശരി ഉത്തരമാരാണ്? നോം ചോംസ്കിയാണ്. ലോകത്താകമാനം ഭാഷകൾക്ക് പൊതുവായ ഒരു വ്യാകരണ ഘടനയുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അമേരിക്കക്കാരനായിട്ടുള്ള ഭാഷാശാസ്ത്രജ്ഞനാണ്. 100-ലേറെ കൃതികൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഭാഷാ പഠനം എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ഒരു പ്രക്രിയയാണ്. അതിനൊരു ഡിവൈസ് ശിശുവിൻ്റെ മസ്തിഷ്കത്തിലുണ്ട്, ബ്രെയിനിലുണ്ട് എന്ന പുരോഗമനപരമായ ഒരാശയം മുന്നോട്ട് വെച്ചത് ഇദ്ദേഹമാണ്. അതിന് അദ്ദേഹം പറയുന്ന പേര് ലാഡ് എന്നാണ്. ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ്. ഒരിക്കൽ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു, ലാഡ് സ്റ്റാൻഡ്സ് ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ ഡീവിയൻസി, ലാംഗ്വേജ് അക്വിസിഷൻ ഡെഫിഷ്യൻസി, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നൊക്കെ ആ രീതിയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ലാഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മസ്തിഷ്കത്തിലാണ്. അതും ചോദ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? നോം ചോംസ്കിയാണ്, അല്ലേ? പ്രജനക സിദ്ധാന്തം, അല്ലേ? പ്രജനക സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നതും അദ്ദേഹമാണ്, അല്ലേ? രചനാന്തരണ പ്രജനക വ്യാകരണം എന്ന സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നതും നോം ചോംസ്കിയാണ്. നിരവധി സംഭാവനകൾ ഇദ്ദേഹത്തിൻ്റെ ഭാഷാ പഠന മേഖലയിൽ നൽകിയിട്ടുള്ള ആളാണ് ആര്? നോം ചോംസ്കി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ജീൻ പിയാഷെ, ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ പിതാവ് എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ പിതാവാണ്. ഇനി ജെറോമസ് ബ്രൂണർ നമ്മൾ പറഞ്ഞു, പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ്. സ്റ്റഡി ഓഫ് തിങ്കിങ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസിദ്ധമായ കൃതിയാണ്. ഇതിൽ ഒന്ന് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബെയ്റ്റ്സും ജീൻ പിയാഷെയും ജെറോമസ് ബ്രൂണറും നോം ചോംസ്കിയും വൈഗോഡ്സ്കിയും ഇവർ എല്ലാം അവരുടെ സൈക്കോളജി തലത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഭാഷ സംബന്ധിച്ചിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമെല്ലാം നമ്മൾ മലയാളം പഠിക്കുന്നവരും പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്കറിയാം, ഈ ചോദ്യം വിശകലനം ചെയ്തപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായത്, പൂർണ്ണമായും നമ്മുടെ സിലബസിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യ വിശകലനവുമായിട്ട് പ്രസ് കെയിൽ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.